വേണ്ടിയിട്ട് ഞാനിത് അവിടെ 3 അയിലെടുത്തിട്ടുണ്ട് കേട്ടോ. കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു തേങ്ങയുടെ പകുതി, അതുപോലെ തന്നെ 4 ചെറിയ ഉള്ളി, 2 ചെറിയ ഇഞ്ചി കഷ്ണം, ഒരു അറ വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കറിവേപ്പില, ഒരു തക്കാളിയുടെ പകുതിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3/4 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിക്ക് ആവശ്യമായിട്ടില്ല പുളി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ട് അതൊന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് പിഴിഞ്ഞെടുത്തതാണ്. ഇനി നമുക്ക് ഈ ഒരു തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം അങ്ങനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് മൂത്ത് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അരച്ച് വെച്ച തേങ്ങയുടെ കൂട്ടും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനി ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തേങ്ങ ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വിശദമായിട്ടുള്ള വീഡിയോ യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് പോയി കണ്ടു.